നമ്മുടെയൊക്കെ വീട്ടിലെ മക്കള് നോമ്പ് നോൽക്കാൻ വലിയ ആവേശം കാണിക്കും. നിസ്കരിക്കാൻ അത്ര ആവേശം കാണിക്കുന്നത് കാണാറില്ല. അത് നിങ്ങളൊക്കെ മക്കളെ പരിശോധിച്ചാൽ നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം നോമ്പ് നോൽക്കുമ്പോൾ അവർക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്തുനിന്ന് നല്ല ലാളിത്യം, ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടും. എങ്ങനെയാണത്? അത്താഴത്തിന് വിളിക്കുമ്പോൾ തന്നെ നല്ല സ്നേഹത്തോടെ മോനെ അത്താഴം കഴിക്കണ്ടേ, എണീക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നല്ല ലാളിത്യത്തോടെയുള്ള വിളിയാണ്. അത് കഴിഞ്ഞ് നോമ്പ് തുടങ്ങി രാവിലെ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ ഇവന് വിശക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കും. ഇനി അവൻ വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് വന്നാൽ തന്നെ നോമ്പ് മുറിക്കണോ, നമുക്ക് വൈകുന്നേരം ആവൂലേ എന്നൊക്കെ ചോദിച്ച് നമ്മളെപ്പോഴും നോമ്പ് നോറ്റ കുട്ടിയോട് നല്ല സ്നേഹത്തോടെ മാത്രമേ ഏത് രക്ഷിതാവും പെരുമാറുള്ളൂ. ഇനി വൈകുന്നേരം നോമ്പ് തുറക്കാൻ അടുക്കുമ്പോഴേക്ക് നമ്മൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. ഇപ്പോൾ ബാങ്ക് കൊടുക്കൂട്ടോ, വിഷമിക്കണ്ട, ഉപ്പ വരുമ്പോൾ ഫ്രൂട്ട്സ് കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ലാളിച്ച് നോമ്പ് നോറ്റ കുട്ടികളെ നന്നായി നമ്മൾ പരിഗണിക്കും. എന്നാൽ നിസ്കാരത്തിൻ്റെ കേസ് അങ്ങനല്ല. നിസ്കരിക്കാൻ നമ്മൾ പറയും, നിസ്കരിച്ചാൽ ഒരു മാഷാള്ളയിൽ ഒതുങ്ങും മാക്സിമം, അല്ലെങ്കിൽ ആ ഒരു മാഷാള്ളയും ഉണ്ടാവില്ല. ഇനി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് ബാക്കിൽ നടന്ന് നിസ്കരിച്ചു എന്നാൽ നമ്മൾ പറയാം എന്താ, ഇനി ഞാൻ പറയേണ്ട ഒരു അവസ്ഥ വരാൻ പാടില്ല, എന്നെ കണ്ടറിഞ്ഞ് നിസ്കരിക്കണം, അത്ര പ്രായമായില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ശകാരിക്കുകയാണ് പൊതുവെ ചെയ്യുക. അപ്പോൾ കുട്ടിക്ക് നിസ്കരിക്കാൻ മടിയാണ്. നിസ്കരിച്ചാലും ചീത്ത, നിസ്കരിച്ചില്ലെങ്കിലും ചീത്ത. അതുകൊണ്ട് കുട്ടിക്കൊരു മടി വരികയാണ്. നോമ്പ് നോറ്റാൽ ലാളിത്യത്തോട് ലാളിത്യം. അതുകൊണ്ട് കുട്ടി നോമ്പ് നോൽക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്ത് ചെയ്താലും അവരെ പരിഗണിക്കാനും അതുപോലെ തന്നെ ലാളിക്കാനും അവർക്ക് ഒരാശീർവാദം നൽകാനും നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ മക്കൾ എന്താവണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ രൂപത്തിലേക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കുട്ടി എന്ത് നന്മ ചെയ്താലും ആ വിഷയത്തിൽ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടേ